മതപരമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠമായ ജീവിതം അവർക്ക് ആന്തരിക സമാധാനം നൽകുന്നു. അമിതമായ വേഗതയും സമ്മർദ്ദവും മനുഷ്യന് ഹൈ സ്ട്രെസ് ഉണ്ടാക്കും. എപ്പോഴും ജോലിയും പണം തേടിയുള്ള ഓട്ടം മനുഷ്യനെ സമാധാനം നശിപ്പിക്കും. ഇത് വിഷാദം പോലെയുള്ള രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഇതൊന്നും അവർക്കില്ല. സാങ്കേതിക വിദ്യയോടുള്ള അടിമത്തം അവർക്കില്ല. ഡിജിറ്റൽ അഡിക്ഷൻ അതവർക്കില്ല. ഫോണും സോഷ്യൽ മീഡിയ മനുഷ്യന്റെ നേരിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അകറ്റുകയും ഒറ്റപ്പെടൽ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതൊന്നും അവർക്കില്ല. പരിസ്ഥിതി അവർ നാശപ്പെടുന്നില്ല. എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അമിതമായ വ്യവസായവൽക്കരണം, പ്ലാസ്റ്റിക് ഉപയോഗവും കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാവും എന്ന് വിശ്വസിക്കുന്നു. അതവർക്കില്ല. ധാർമ്മികതയുടെ കുറവ് മനസ്സിലായി. ധാർമ്മികതയുടെ കുറവ്, മോറൽ ഡിക്ലൈൻ, സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയും വർദ്ധിക്കുന്നത് മൂലം പഴയകാല മൂല്യങ്ങൾ പലതും നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആ പ്രശ്നം അവർക്കില്ല. ആരോഗ്യ പ്രശ്നം, വ്യായാമമില്ലായ്മ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പലതര രോഗങ്ങൾക്കുള്ള കാരണമാവും. അതും അവർക്കില്ല. ചുരുക്കത്തിൽ ആമിഷ് ജീവിതം സമാധാനം, ഐക്യം, പ്രകൃതി സ്നേഹം എന്നിവ നൽകുന്നു. എന്നാൽ ആധുനിക ലോകം നമുക്ക് സൗകര്യങ്ങളും അറിവും നൽകുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്റെ സമാധാനവും ആരോഗ്യവും കവർന്നെടുക്കുന്നു എന്നതും സത്യമാണ്. ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങളാണ്. ദൈവികമായും ആധുനിക ലോകത്തെ സാത്താനികമായും കാണുന്ന ജീവിത രീതിയെ, ആമിഷ് ജീവിത രീതിയെ ദൈവികമായും ആധുനിക ലോകത്തെ സാത്താനികമായും കാണുന്ന കാഴ്ചപ്പാടിനെ ആസ്പദമാക്കി താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 8ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾ ചെയ്യുന്ന ജോലികളാണ് യഥാർത്ഥ വിദ്യാഭ്യാസമായി അവർ കണക്കാക്കുന്നത്. അപ്പം ഗണിതം മറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആൺകുട്ടികൾ നിലം ഉഴുക, പശുവിനെ കറക്കുക, മരപ്പണി ചെയ്യുക എന്നിവ അച്ഛനിൽ നിന്ന് പഠിക്കും. പെണ്ണുകൾ പാചകം, തുന്നൽ, വീട് പരിപാലനം അമ്മയിൽ നിന്ന് പഠിക്കും. ലേണിംഗ് ബൈ ഡൂയിങ്, ഇതാണ് അവരുടെ ചെയ്ത് പഠിക്കുക. ലേണിംഗ് ബൈ ഡൂയിങ് മനസ്സിലായില്ല? അതവരെ മുദ്രാവാക്യമാണ്. ലേണിംഗ് ബൈ ഡൂയിങ്. എന്ത് ചെയ്യാം? ചെയ്ത് പഠിക്കുക. കൃഷിപ്പണി ചെയ്ത് പഠിക്കുക, അടുക്കളപ്പണി ചെയ്ത് പഠിക്കുക. എന്നിപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ അടുക്കളപ്പണി അറിയില്ല, ഒന്നും അറിയില്ല. സയൻസ് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും പരിണാമ സിദ്ധാന്തം, എവല്യൂഷൻ തിയറി അടക്കം മതവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നവർ കരുതുന്നു. അതിനാൽ അത്തരം ശാസ്ത്രം പഠിപ്പിക്കാനല്ല. നമ്മളെ ഏത് മതസ്ഥാപനത്തിലാണ് എവല്യൂഷൻ തിയറി പഠിപ്പിക്കാത്തത്? ക്രിസ്ത്യയിൽ ഈ വിഭാഗത്തെ പഠിപ്പിക്കൂല എന്ന്. ഇങ്ങനെ കുട്ടികളെ വളർത്തൽ, പഠനം 8ാം ക്ലാസ്സുള്ള പഠനം പൂർത്തിയാക്കുന്ന അച്ഛന്മാർ ജോലികൾ സഹായിക്കുക. ഇലക്ട്രോണിക് കളിക്കോപ്പുകൾ അവർ ഉപയോഗിക്കില്ല. മരം കൊണ്ടുണ്ടാക്കിയ വണ്ടികളും ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ മുഖമില്ലാത്ത കളിപ്പാവകളെ പറ്റും. മുഖമുള്ള കളിപ്പാവകൾ അമിഷിക്ക് കുട്ടികൾ ഉപയോഗിക്കാൻ കൊടുക്കില്ല. മുഖമില്ലാത്ത കളിപ്പാവകൾ ഉപയോഗിക്കാം. പിന്നെ ചക്രവണ്ടികൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ എന്താ പറയുക, ഈ കള്ളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ആ കള്ളിക്കായ് കോർത്താൽ അതിൻ്റെ ഇടയ്ക്കൊരു മരം ഒരു വടിയും വെച്ചാൽ വണ്ടി ഉർത്തും. കള്ളിക്കായ് കണ്ടിട്ടില്ലേ? കള്ളിക്കായ്, പൂളക്കായ് വലിയ പൂളക്കായ്, വലിയ കള്ളിക്കായ്. ആ സാധനം ഇപ്പം നാട്ടിലില്ല തന്നെ. അതൊക്കെയാണ് അന്നത്തെ കളി. അന്നത്തെ കളികൾ അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ കശുവണ്ടി കുയിൽ, ഓർമ്മയില്ലേ? അതൊക്കെ അതിലേക്ക് എറിഞ്ഞു കളിക്കും. അതൊക്കെയാണ്. അതെ എറിയാ, പമ്പര എറിയാ. ഇപ്പം അതൊന്നല്ല, ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ കളികളാണ്. ഇലക്ട്രോണിക്സിൻ്റെ കളികളാണ് ഇപ്പോഴത്തെ കളികൾ. അന്നും അവരെ വീടുകളിൽ ഉണ്ടാവില്ല എന്ന്. ആമിഷ് ഗ്രാമങ്ങളിൽ വയോജന മന്ദിരങ്ങളില്ല. പ്രായമായ അച്ഛനമ്മമാരെയും മക്കളും കൊച്ചുമക്കളും വീട്ടിൽ താമസിപ്പിച്ച് നോക്കും. അപ്പം അവർക്ക് എന്തില്ല? മനസ്സിലായില്ല? വയസ്സായ മനുഷ്യന് താമസിക്കാൻ ഒരു പ്രത്യേക സ്ഥലമില്ല, ഇൻഷുറൻസ് ഇല്ല. പ്രകൃതിദത്തമായ ചികിത്സകൾ, വാക്സിനേഷൻ അവർ എടുക്കുന്നില്ല. സർക്കാർ ആ ഭാഗത്ത് ആളെ പറഞ്ഞേക്കൂല, വാക്സിൻ എടുക്കുകയില്ല. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ എത്ര തകർന്നു പോയത്. പച്ചമരുന്നുകൾ, അതേപോലത്തെ പ്രകൃതിദത്തമായ ഓയിലുകൾ എന്ന്. മിക്ക ആമിഷ് സ്ത്രീകൾ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പെണ്ണ് വീട്ടിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു അഹങ്കാരം. മനസ്സിലായില്ല? അങ്ങനെ തന്നെ ഓക്കാനം തുടങ്ങുമ്പോഴത്തേന് ഡോക്ടറെടുത്ത് ബുക്ക് ചെയ്യും. മനസ്സിലായില്ല? ആദ്യം തന്നെ എന്താന്ന് മൂത്രം പരിശോധിക്കാൻ കൊടുത്തപ്പോൾ എന്തായി? പ്രസവമുണ്ട്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പം പിന്നെ വേഗം നീ ആരെടുത്തേക്കാ പോണ്? പിന്നെ 9 മാസം കുത്തുക, ചന്തിക്കന്നെ കുത്തും ഇങ്ങനെ പെണ്ണുങ്ങൾ. അതായത് ഇതിൽ പോലെ ഒരു ബ്രോയിലർ കോഴിക്കുട്ടിനെ വളർത്താണ്. ഇത് ഇത് കിഡ്നി കേടാണ്. ആമിഷ സ്ത്രീകളൊക്കെ അമേരിക്കയുടെ നടുവിലാണ് ഒരു ജനത. പെണ്ണുങ്ങൾ എവിടെ പ്രസവിക്കും? പ്രസവിക്കും. അതിനവർ വേണമെങ്കിൽ മിഡ് വൈഫുകളെ മറ്റൊക്കെ സഹായത്തിന് നിർത്തും. പൈസയുണ്ട്. വളരെ സങ്കീർണമാണെങ്കിൽ മാത്രമേ ആശുപത്രി കൊണ്ടുപോകുള്ളൂ. മരിച്ചാൽ അവർക്ക് പ്രശ്നമല്ല. മരണം ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മരണം ആസന്നമായ ഒരാളെ വെന്റിലേറ്ററിൽ കിടത്തുക എന്നല്ല. നമ്മൾ ഔലിയാക്കന്മാരാണെങ്കിൽ പോലും എവിടെ കൊണ്ട് കിടത്തും?
നമ്മളെ ഈ കാലഘട്ടത്തെ അടുത്ത കാലത്ത് നമ്മൾ ബഹുമാനിച്ച് കൊണ്ട് നടന്ന് കൈ മുത്തി കൊണ്ട് നടന്ന എത്ര ആളുകൾ വെന്റിലേറ്ററിൽ മരിച്ചു? ഒരു കെലിമ ചെല്ലാൻ നേരം കിട്ടിയില്ല എന്നുള്ള വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന സമുദായം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ് അവർ. അത്രയും വിവരമുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഈ അടുത്ത കാലത്ത്. നിങ്ങൾ എണ്ണി, ഞാനൊരു സ്ഥലം പറയല്ല, പക്ഷെ നമ്മളെ വ്യവസ്ഥിതി യൂറോപ്യൻ വ്യവസ്ഥിതി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ബഹുമാനികളെ, എത്ര ആളെ ബഹുമാനിക്കപ്പെട്ട മഹാപണ്ഡിതന്മാരെ ആശുപത്രിയിലിട്ട് കൊന്നു, വെന്റിലേറ്ററിലിട്ട് നമ്മൾ കൊന്നു. കെലിമ ഒരു ചെല്ലിയോ നല്ലോ വേണം. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നം അവർക്കില്ല. അവർ മരിച്ച പ്രശ്നമില്ല, വെന്റിലേറ്ററിലിടൂല. മനസ്സിലായോ പറഞ്ഞു? പിന്നെ മരിച്ചാൽ അവർ ഫ്രീസറിൽ ഇട്ടൂല. പുറത്തുനിന്ന് ഒരു കാൾ വരാല്ല, പുറത്തേക്ക് ആൾക്ക് പോയിട്ടില്ല, കരണ്ട് വരയിലുമില്ല. പിന്നെ എന്ത് ഫ്രീസറിൽ എന്തേ പറയേ? ഇന്നിപ്പോൾ നമ്മൾ മയ്യത്തെടുക്കൽ എന്തിനനുസരിച്ചാണ്? ഫ്രീസറിൽ വെക്കും. ആൾ പുറത്തുനിന്ന് വരാണ്ട്. ദുബായിൽ നിന്ന് മകൻ വന്നിട്ടില്ല, അതിന് ഓരോ മകൾ ദുബായിലില്ല. ഓരോ മക്കളാ വിളിച്ചോ കേൾക്കണം ദൂരത്തുള്ളത്. അപ്പോൾ സന്തോഷം വെള്ളിയാഴ്ച ഇടൂല. മരണം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, എത്രയാ പേച്ച് നമുക്ക്. ഇതൊക്കെ ഇനിയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ കഴിയും. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും തന്നെ. ഇതൊക്കെ ഈ രീതികളിൽ നമ്മൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ. ആമിഷ് ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ബാർബൺ റൈസിങ്. ഒരാൾക്കൊരു പുതിയ വീടോ ഒരു ചാപ്പലോ പണിയേണ്ടി വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് വന്ന് സഹായിക്കും. ഈ സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൊണ്ട് വലിയ വിരുന്നുകൾ ഉണ്ടാവും. അത് ഭയങ്കര സംഭവമാണ്. മനസ്സിലായില്ല? ഒരാൾക്കൊരു വീട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീട് വെക്കും. ആ വീട് വേണ്ടി എല്ലാവരും കൂടും. അന്ന് ഈ വീട്ടുകാർ അവർക്ക് വിരുന്ന് കൊടുക്കും. അപ്പം നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എന്ത് ചെയ്യണത്, പണിയെടുക്കുന്നത്. അത് വലിയ വിരുന്നുകൾ, അത് ഉത്സവങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഓല കെട്ടി മെയ്യ. അപ്പോൾ ഇല്ലേ, ആദ്യം ഓല തടുക്കാക്കിയിടും. അതിനെല്ലാ പെണ്ണുങ്ങളും കൂടും. ആ പരിയിൽ ഈ പരിയിൽ എല്ലാവരും ഇവിടുന്ന് കത്തി കൊണ്ട് അങ്ങോട്ട് പോകും. ചെറിയ കത്തി കൊണ്ട് എന്താ ഓല തടുക്കുണ്ടാക്കി. നീ ഓല അല്ലേ, അങ്ങനെയല്ലേ? ആ ഓല തടുക്കുകൾ കൊണ്ട് അവർ പിന്നെ ആണുങ്ങളെല്ലാം പെണ്ണുങ്ങൾ അത് വെച്ച് ഉണക്കി എല്ലാം കഴിഞ്ഞാൽ ആണുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും, കിട്ടും. അന്ന് വലിയ ചെമ്പിൽ ചോറ് വെച്ച് കഞ്ഞി വെച്ച് അല്ലേ, ചക്കയും കഞ്ഞിയും അതൊക്കെ ഉണ്ടായിരുന്നു. പോയി, അതെല്ലാം പോയി. മൂല്യന്മാർ ദുബായി പോണതോടുകൂടെ കഥ കഴിഞ്ഞു. നാടാണ് നാശം. ഒരു വലിയ പിരിവ് പിരിച്ചുകൊണ്ടു. നാടൊക്കെ നന്നാക്കാനാണ് അവർ വിചാരിച്ചത്. അതിപ്പോൾ എന്ത് നന്നാക്കാനാണ് അള്ളാഹു വേണ്ട. കഴിഞ്ഞു. നമ്മളെ സമുദായം നശിപ്പിച്ചു. നശിക്കുകയാണ് എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ നശിക്കുകയാണ്, നമ്മൾ നശിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. നിർമ്മാണ മേഖലക്ക് ധാരാളമുണ്ട്, ഞാനിത് വിശദീകരിക്കുന്നില്ല. ലാളിത്യം, കഠിനാധ്വാനം, ധാരാളം എന്താണ്. എക്സ് കമ്മ്യൂണിക്കേഷൻ കൂടി പറഞ്ഞ ആ വിഷയത്തിന് അടുത്തൊരു വിഷയത്തേക്ക് പോകാൻ നീട്ടൂല. എന്താണ് എക്സ് കമ്മ്യൂണിക്കേഷൻ? ആമിഷ് സഭയിലെ നിയമങ്ങൾ മനസ്സിലായില്ലേ, ലംഘിക്കുകയും അത് തിരുത്താൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സഭയിൽ നിന്ന് ഔദ്യോഗികമായി നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എക്സ് കമ്മ്യൂണിക്കേഷൻ. ഇതിനുശേഷം ആ വ്യക്തി ഒരു പാപ്പിയായോ അല്ലെങ്കിൽ സാത്താൻ്റെ വഴിയിൽ പോകുന്നവനായോ സഭ കണക്കാക്കും. അതായത് ഒരുത്തൻ മൊബൈൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു ഉപകരണം എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ രീതിക്കെതിരെയോ ചെയ്താൽ സഭയിൽ നിന്ന് അവനെ പുറത്താക്കും. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ പാപിയായി കണക്കാക്കും, അല്ലെങ്കിൽ സാത്താൻ്റെ വഴിയിൽ പോകുന്നവനായി കണക്കാക്കും. ആമിഷ് സഭയിൽ അംഗമായ ശേഷം അത് ഉപേക്ഷിച്ച് പുറം ലോകത്തേക്ക് പോകുന്നത് ഏറ്റവും വലിയ ഇത് മറ്റൊരു കാരണമാണ്. അവനെ പുറത്താക്കും. പുറത്തേക്ക് പോയാൽ പിന്നെ തിരിച്ചെടുക്കില്ല. കാറ് വാങ്ങുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, മദ്യപാനം, അനാചാരം എന്നിവയിൽ ഏർപ്പെടുക, അപ്പോഴും പുറത്താക്കും. ആമിഷല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ സഭയുടെ അനുവാദമില്ലാതെ വിവാഹം ഏർപ്പെടുത്തുക പോലത്തേനും പുറത്താക്കും. സഭയിലെ മുതിർന്നവർ നൽകുന്ന മുന്നറിയിപ്പുകൾ ആവർത്തിക്കും. എന്നിട്ടും അത് ഒരാൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവനെ പുറത്താക്കും. പെട്ടെന്നൊരു ദിവസം പുറത്താക്കാറില്ല. തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ സഭയിലെ മുതിർന്നവർ നേരിട്ട് കണ്ട് സംസാരിക്കുകയും തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. രണ്ടാം ഘട്ടം, വ്യക്തി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ സഭയ്ക്ക് മുമ്പാകെ ഇത് അവതരിപ്പിക്കും. 3, സഭയിലെ മുഴുവൻ അംഗങ്ങൾ ചേർന്ന് ആ വ്യക്തിയെ പുറത്താക്കണമെന്ന് തീരുമാനിക്കും. ഭൂരിഭാഗം പേരും സമ്മതിച്ചാൽ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കും. ഇതിൻ്റെ അനന്തര ഫലങ്ങൾ അപകടകരമാണ്. പിന്നെ കുടുംബമായി വേർപിരിയണം. ഭാര്യയെ പിന്നെ കൂടെ കൂട്ടാൻ പാടില്ല. സഭയിൽ നിന്ന് പുറത്താക്കിയാൽ ഭർത്താവിന് ആ ഭാര്യ ഇല്ല. സ്വന്തം ഭാര്യയോ ഭർത്താവോ മക്കളോ പോലും പുറത്താക്കപ്പെട്ട വ്യക്തിയോടൊപ്പം ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ പാടില്ല. ഒരേ വീട്ടിൽ താമസിച്ചാലും അവർക്കിടയിൽ അദൃശ്യമായൊരു മതിലുണ്ടാവും.
വഴിയിൽ വെച്ച് കണ്ടാൽ പോലും സുഹൃത്തുക്കൾ മുഖം തിരിക്കും. അവരെ സഹായിക്കുന്ന സഭയുടെ നിയമത്തിന് വിരുദ്ധമായി കണക്കാക്കും. പുറത്താക്കപ്പെട്ട ഒരവസ്ഥയിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗം ലഭിക്കില്ലെന്ന് ആമിഷ് ജനത വിശ്വസിക്കുന്നു. ഇത് വ്യക്തികളിൽ വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാവും. ഇനി ആ വ്യക്തി സഭയിൽ മടങ്ങി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുട്ടുകുത്തി തൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ സഭ അവരെ തിരികെ സ്വീകരിക്കും. തിരികെ വന്നാൽ പിന്നീട് പഴയ പോലെ സ്നേഹത്തോടെ പരിഗണിക്കും. പക്ഷേ ആ സഭയിലേക്ക് തിരിച്ചു വരണം. ആമിഷ് സ്കൂളിൻ്റെ ഒരു രീതിയാണ് ഈ കാണുന്നത്. ഒറ്റ മുറി ഇത് ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ മുന്നിലിരിക്കും. ചെറിയ കുട്ടി ഇത് വലിയത് ഒക്കെ ഒറ്റ മുറിയാണ്. എല്ലാം ഒറ്റ മുറിയാണ്. ഇതാ രാമിഷ് ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കാം. രാമിഷ് സ്കൂളിൻ്റെ അതന്നെ അതാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി. മരപ്പണി ചെയ്യണമല്ലേ തന്നെ വലിയ മില്യണർമാരാണ് ഒരു സ്വയം മരപ്പണി ഇതാ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒരു പണിയാണ് വൈക്കോൽ ഉണക്കുക. ഇതൊക്കെ നമ്മളെ നാട്ടിൽ പണിയുന്നു എന്ന് നമ്മളെ നാട്ടിൽ പ്രധാനപ്പെട്ട പണിയായിരുന്നു എന്ത് വൈക്കോൽ ഉണക്കൽ. 40-50 കൊല്ലം മുമ്പ് വൈക്കോൽ ഉണക്കൽ. അമേരിക്കയിലാണ് ഇപ്പോൾ ഈ സംഭവം. ഒരു കുടുംബം ഒന്നിച്ച് പോവുകയാണ് ഒരു കുതിരവണ്ടിയിൽ. കുതിരവണ്ടിയിൽ പൈസക്ക് ചിലവില്ല, ഓട്ടോറിക്ഷയ്ക്ക് അടിക്കണ്ട, എണ്ണ അടിക്കണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ അവരുടെ അവസ്ഥകൾ. ഇതൊരു കുടുംബം കുതിരവണ്ടിയിൽ. ഇനി ഒരൊറ്റ റിപ്പോർട്ട് വായിച്ചാൽ ആ വിഷയം വിടാം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ വിടുകയും ചെയ്യാം. വൈ ആമിഷ് വേ ഈസ് കൺസിഡേർഡ് ഗുഡ്. എന്തുകൊണ്ടാണ് അവരുടെ മാർഗം ഏറ്റവും നല്ലതായി പരിഗണിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊരു പഠനം നടന്നിട്ടുണ്ട്. ലോകത്ത് വൻ യൂണിവേഴ്സിറ്റികൾ പഠനം നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞു? വൈ ആമിഷ് വേ ഈസ് കൺസിഡേർഡ് ഗുഡ്. എന്തുകൊണ്ടാണ് ആമിഷ് ജനതയുടെ ജീവിത രീതി ഏറ്റവും നല്ലതായി കണക്കാക്കപ്പെടുന്നത്? ഒരു പഠനമാണ്. ലോകത്തെ ഇപ്പം എന്താ പറയുക, ഓക്സ്ഫോർഡ് പോലെയുള്ള വലിയ പഠനം നടത്തിയ യൂണിവേഴ്സിറ്റി പഠന റിപ്പോർട്ടാണ്. ഇനി വായിക്കും. 1, അവരുടെ ലളിതമായ ജീവിതം, ആഡംബരങ്ങളില്ലാത്ത ജീവിതമാണ് അവരുടേത്. അത് അനാവശ്യമായ മത്സരങ്ങളും മാനസിക സമ്മർദ്ദവും കുറക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ അവർക്ക് ലളിതമായ ജീവിതം. 1, ശക്തമായ കുടുംബ ബന്ധങ്ങൾ. കുടുംബവുമായി ബന്ധപ്പെടുന്നവർക്ക് നല്ല സമയം കിട്ടും. ശക്തമായ കുടുംബ ബന്ധം. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അവർ മുൻഗണന നൽകുന്നു. വിവാഹമോചനം അവിടെ വളരെ കുറവാണ്. നിങ്ങൾ കേൾക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് നേരമില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ നേരമില്ല. പെണ്ണുങ്ങൾക്ക് നേരമില്ല. എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ റമളാൻ 1 തുടങ്ങിയതാവും ഷോപ്പിങ്ങിന് പോകരുത്. ഇന്നൊന്ന് വാങ്ങും, മാറ്റും, പിറ്റേന്ന് വാങ്ങും, പിറ്റേന്ന് മാറ്റും. തന്നെ അങ്ങോട്ട് ഷോപ്പിങ്ങിന് തന്നെ ഇതെന്ന് ഷോപ്പിങ്ങിന് പോകണം, അവിടെ പോകണം, ഇവിടെ തന്നെയാണ്. പിന്നെ 4 മണിയായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വേഗം ഉമ്മ എന്ത് പറയാം, നമുക്ക് മന്തി ഓർഡർ ചെയ്യാം. അപ്പോൾ മൂത്തോളം ആൾ വിളിച്ച് പറഞ്ഞു, ഈ മന്തിക്ക് ഓർഡർ ചെയ്യും. അതെ ഇതന്നെ ഇതാ അവസ്ഥ. ഏകദേശം വീടുകളൊക്കെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ കാറ്ററിംഗ് സർവീസുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും എന്താണ് കാറ്ററിംഗ് സർവീസാണ്. എന്താ പറയുക, പത്രി ഏൽപ്പിക്കുക. കുറച്ച് പത്രി കണ്ടിരുന്നു. എത്ര വേണം നമ്മൾ? ഒരു 200 പത്രിക്ക് എത്ര? പത്രിക്ക് 1 6 രൂപ. പ്രശ്നമൊന്നുമില്ല. യുദ്ധം അവിടെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഓല് കണക്കാക്കണം. അടുത്ത ദിവസം എന്താവും? ഹോർമസ് കടലെടുക്കൊക്കെ നമുക്ക് ട്രംപ് പൊളിച്ചിട്ടെങ്കിലും എന്താവും? തുറന്നില്ല. അതിനൊന്നും ആക്കെ വെറുതെ പറയാണ്. കോഴി മറിച്ചത് ഒക്കെ അതിന്. അപ്പോൾ അവർക്ക് അവർ വീട്ടിലിരുന്ന് ഉണ്ടാക്കുക, എല്ലാവരും കൂടി ഭക്ഷണം, ശക്തമായ കുടുംബ ബന്ധങ്ങൾ, മൂല്യങ്ങൾ പഠിപ്പിക്കുക. കുട്ടികൾ പഠിക്കണം. അത് എക്സിബിഷനിൽ പഠിച്ചാൽ പോരാ. എക്സിബിഷനിൽ കൗതുകമാണ്. കുട്ടികൾ വീട്ടിൽ നിന്ന് മൂല്യങ്ങൾ പഠിക്കണം. നമുക്കിന്ന് നാടുകളിലൊക്കെ ഉള്ളത് ഓരോ വ്യക്തികൾ എക്സിബിഷൻ കാണാൻ പോകുക. പക്ഷെ അതല്ല, വീട്ടിൽ നിന്ന് മൂല്യങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അത് മറ്റൊരു കാര്യമാണ്. ഒരാൾ വീട് പണിയാൻ ഗ്രാമം മുഴുവൻ ഒന്നിച്ച് സഹായിക്കും. ഇൻഷുറൻസിനേക്കാൾ ഉപരി പരസ്പര സഹായം എന്ന വിശ്വാസത്തിൽ അവർ ജീവിക്കും. പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതമാണ്. വൈദ്യുതിയും ഫോണും കാറുകളും ഒഴിവാക്കി കുതിരവണ്ടികളും കൈവേല ഉപയോഗിക്കുന്ന പരിസ്ഥിതിക്ക് ഒട്ടും ദോഷം ചെയ്യുന്നില്ല. ആത്മീയതയും സമാധാനവും, പീസ് ആൻഡ് സ്പിരിച്വാലിറ്റി, മതപരമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠമായ ജീവിതം അവർക്ക് ആന്തരിക സമാധാനം നൽകുന്നു. അമിതമായ വേഗതയും സമ്മർദ്ദവും മനുഷ്യന് സ്ട്രെസ് ഉണ്ടാക്കും. എപ്പോഴും ജോലിയും പണം തേടിയുള്ള ഓട്ടം മനുഷ്യന് സമാധാനം നശിപ്പിക്കും. ഇത് വിഷാദം പോലെയുള്ള രോഗങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഇതൊന്നും അവർക്കില്ല.
സാങ്കേതിക വിദ്യയുടെ അടിമത്തം അവർക്കില്ല. ഡിജിറ്റൽ അഡിക്ഷൻ അതവർക്കില്ല. ഫോണും സോഷ്യൽ മീഡിയയും മനുഷ്യരെ നേരിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അകറ്റുകയും ഒറ്റപ്പെടൽ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതൊന്നും അവർക്കില്ല. പരിസ്ഥിതി അവർ നാശപ്പെടുന്നില്ല. എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അമിതമായ വ്യവസായവൽക്കരണം, പ്ലാസ്റ്റിക് ഉപയോഗവും കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാവും എന്ന് വിശ്വസിക്കുന്നു. അതവർക്കില്ല. ധാർമ്മികതയുടെ കുറവ് മനസ്സിലായി. ധാർമ്മികതയുടെ കുറവ്, മോറൽ ഡിക്ലൈൻ, സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയും വർദ്ധിക്കുന്നത് മൂലം പഴയകാല മൂല്യങ്ങൾ പലതും നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആ പ്രശ്നം അവർക്കില്ല. ആരോഗ്യ പ്രശ്നം, വ്യായാമമില്ലായ്മ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പലതര രോഗങ്ങൾക്കുള്ള കാരണമാവും. അതും അവർക്കില്ല. ചുരുക്കത്തിൽ ആമിഷ് ജീവിതം സമാധാനം, ഐക്യം, പ്രകൃതി സ്നേഹം എന്നിവ നൽകുന്നു. എന്നാൽ ആധുനിക ലോകം നമുക്ക് സൗകര്യങ്ങളും അറിവും നൽകുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്റെ സമാധാനവും ആരോഗ്യവും കവർന്നെടുക്കുന്നു എന്നതും സത്യമാണ്. ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളെ പഠനങ്ങളാണ്. ദൈവികമായും ആധുനിക ലോകത്തെ സാത്താനികമായും കാണുന്ന ജീവിത രീതിയെ, ആമിഷ് ജീവിത രീതിയെ ദൈവികമായും ആധുനിക ലോകത്തെ സാത്താനികമായും കാണുന്ന കാഴ്ചപ്പാടിനെ ആസ്പദമാക്കി പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വിനയം, ഹ്യൂമിലിറ്റി, വിനയം. അഹങ്കാരം ഒഴിവാക്കി താഴ്മയോടെയാണ് അവർ ജീവിക്കുന്നത്. ദൈവത്തിന് അത് ഇഷ്ടമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു, ആഡംബരം ഒഴിവാക്കുന്നു. ആധുനിക ലോകത്ത് അവർ വേർപെട്ട് ജീവിക്കുന്നു. സെപ്പറേഷൻ ഫ്രം ദ ന്യൂ വേൾഡ് എന്ന് മാറുകയാണ്. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകുന്നു എന്ന് ബൈബിൾ വചനം അനുസരിച്ച് ആധുനിക ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അവർ വിട്ടുനിൽക്കുന്നു. സമാധാനപ്രിയതയാണ് അവർ. യേശുവിൻ ക്രിസ്തുവിന്റെ പഠനമനുസരിച്ച് അവർ ആയുധമെടുക്കുകയോ ചുറ്റത്തിന് ഒന്നും ചെയ്യൂല. കഠിനാധ്വാനം, മണ്ണിൽ പണിയെടുക്കുന്ന ദൈവത്തെ ആരാധിക്കും തുല്യനാണ് വിശ്വസിക്കുന്നു. മണ്ണിൽ പണിയെടുക്കുന്നു. ആധുനിക ലോകം സാത്താനികമെന്ന് കരുതപ്പെടാൻ കാരണമായ എന്തുകൊണ്ട് ഈ മോഡേൺ വേൾഡ് ഈസ് ആൻഡ് സാത്താനിക് ആയി കണക്കാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ. അമിതമായ ആർത്തി അത് സാത്താനിസാണ്. ഇന്ന് മനുഷ്യന് അമിതമായ ആർത്തിയാണ് പണത്തോടും അധികാരത്തോടും. അത് അവർക്കില്ല. സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതോടെ അശ്ലീലതയും തോന്നിയാസവും വീട്ടിനുള്ളിലേക്ക് കയറും. അതും അവർക്കില്ല. കുടുംബത്തോടു കൂടെ സമയം ചെലവഴിക്കാതിരുന്നാൽ കുടുംബ തകർച്ച സംഭവിക്കും. അതും അവർക്കില്ല. അഹങ്കാരം അവർക്കില്ല. ആമിഷ് ജനതയെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വലിയ ഒരു വലയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ജീവിതം അവർ ജീവിക്കുന്നു. ഒരു ആധുനിക വിദ്യാഭ്യാസം അവർ കുട്ടികൾക്ക് കൊടുക്കുകയില്ല. സമാധാനമായും സന്തോഷമായും കഴിഞ്ഞു. ഇപ്പം അവരൊരു കളിയാണ്, കുട്ടികളെ കളിയാണ്. അമേരിക്കയിലെ കുട്ടികൾ, അവർക്ക് ഒരു ആധുനിക ഉപകരണവും ഇല്ല. ഇത് വേറൊരു കളിയാണ്. വൈക്കോല് കളിക്കുന്ന കുട്ടികൾ, മുതിർന്ന പെണ്ണുങ്ങളും ചെറിയ കുട്ടികളും വൈക്കോല് കളിക്കുകയാണ്. ഇതൊന്നും അത്ര കളിയൊക്കെ അവർക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കില്ല. ജോലി, യാത്ര, ഉത്തരവാദിത്തം, ഇതൊക്കെ മനുഷ്യന്മാർക്ക് എന്താ അമിതമായ ജോലി, മറ്റത് ഇതെല്ലാം അമിതമായ വിദ്യാഭ്യാസം നേടിയ മനുഷ്യന്മാർക്ക് സമയം കുറവാകും. അത് കുടുംബം തകരും. 100% കുടുംബം തകരും. ഈ പ്രശ്നമൊന്നും അവർക്കില്ല. അപ്പം എന്താ ഞാൻ തന്നെ ഒരുപാട് പഠനങ്ങളുണ്ട്. സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചുരുക്കുന്നത്. സാങ്കേതിക വിദ്യകൾ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലളിതമായ ജീവിതം അവർക്ക് കൂടുതൽ മാനസിക സമാധാനം. അവരുടെ കുടുംബങ്ങൾ വളരെ ശക്തമാണ്. കുട്ടികൾ, മാതാപിതാക്കൾ, മുത്തച്ഛൻ, മുത്തശ്ശി എല്ലാവരും ഒരു അടുത്ത ബന്ധം പുലർത്തുന്നു. ആമിഷ് സമൂഹത്തിൽ ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ മുഴുവൻ സമൂഹം സഹായിക്കാൻ എത്തും. ദൈവവിശ്വാസത്തിലും ആത്മീയ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തും. പ്രകൃതിയോട് അവർ ചേർന്ന് ജീവിക്കും. സോഷ്യൽ മീഡിയ അവരെ സമ്മർദ്ദത്തിലാക്കൂല. ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു തുന്നലാണ്. ഈ തുന്നലിൽ ഇവിടെ ഒരു വയസ്സായ അമ്മച്ചിയാണ്. ഇന്ന് അമ്മച്ചിൻ്റെ ഇപ്പുറത്ത് തുന്നൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കുട്ടി, അതായത് അവിടെ ഒരു ചെറിയ കുട്ടി, അതായത് എല്ലാവർക്കും ഒരു പണിയാണ്. ഇപ്പുറത്തെ വലിയ അമ്മച്ചി തുന്നുകയാണ്, അപ്പുറത്ത് തുന്നൽ പഠിക്കുകയാണ്. ആര്? അതാണ് അവരുടെ പണി. വേറൊന്നും ഇല്ല. അപ്പോൾ പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. മക്കളാണെങ്കിൽ അച്ഛൻ്റെ കൂടെ എവിടെയായിരിക്കും. ആൺകുട്ടികളാണെങ്കിൽ അവർ തോട്ടത്തിലായിരിക്കും, കൃഷിസ്ഥലത്തായിരിക്കും. ഞാൻ ലോകത്ത് വലിയ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതേപോലെ ആമിഷിനെ പോലെ തൊഹാർ എന്നൊരു വിഭാഗം ജൂതന്മാരുണ്ട്. അതുകൊണ്ട് അവർ ലോകത്തെ ഏറ്റവും വലിയ തിന്മ, എന്താ പറയുക, ലോകത്തെ ഏറ്റവും വലിയ തിന്മ ഇന്നത്തെ യൂറോപ്യൻ ജൂതന്മാരിലാണെന്ന് ഈ ജൂതന്മാർ വിശ്വസിക്കുന്നു. ആ ജൂതന്മാർ മനസ്സുകൊണ്ട് നമ്മളെ കൂടെയാണ്. മനസ്സിലായില്ല? ജൂതന്മാരെല്ലാം ഒരുപോലെയല്ല. ജൂതന്മാരിൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഇന്നത്തെ എന്താ പറയുക, സയനിസ്റ്റുകൾ. അവർ യൂറോപ്യൻ ജൂതന്മാരാണ്. അങ്ങനെയല്ല. ഇതൊക്കെ മാറി നിൽക്കും. അങ്ങനത്തെ ജൂതന്മാരുണ്ട്. തൊഹാർ ഒരു ജൂത വിഭാഗമാണ്.
അവരുടെ ഒരു ആധുനിക ജൂത സമൂഹം പോൽ ദൈവകൽപ്പനകളിൽ വ്യതിചരിച്ചു എന്നവർ വിശ്വസിക്കുന്നു. അതിനാൽ പുരാതനമായ രീതികളിലേക്ക് മടങ്ങുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഒരു പൂർണ്ണമായ ലോകത്തെ എല്ലാ ആധുനിക നിയമങ്ങളിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും മാറി പഴയകാല തോറ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കും. ഇതാണ് ലേ തോഹാർ. ഇവരിലൂടെ മനസ്സിലായി, ഇതാണ് യഥാർത്ഥ തൗറാത്തിൻ്റെ ആളുകൾ. അവർ ആത്മീയ നേതാവ് പറയുന്ന അനുസരിച്ച് അവർ ജീവിക്കും. അവർ ഗ്രൂപ്പുകളായി മാത്രം താമസിക്കും. കാനഡ, US, ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ ആളുകൾ. അവർ യാതൊരു കുട്ടിക്കാലം പുറം ലോകവുമായി യാതൊരു ബന്ധം കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഒരു ഫോണോ മൊബൈലോ അതോ ഇതൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. പുറത്തുനിന്നുള്ളവർ സംസാരിക്കാനോ ബന്ധം സ്ഥാപിക്കാനോ കുട്ടികൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അതായത് കുട്ടിപ്രായത്തിൽ അവർ വീടുകളിൽ ഒരു പുതിയ ഉപകരണം ഉണ്ടാവില്ല. കാരണം ആ ഉപകരണം ഉണ്ടായാൽ ആരാണ് നാശാവുക? കുട്ടികൾ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ജൂതന്മാരിലുണ്ട്. നേരത്തെ പറഞ്ഞത് ക്രിസ്ത്യാനിയാണ്, ആമിഷികൾ ക്രിസ്ത്യാനികളാണ്. തൊഹാർ ഈ ജനത എന്താ പറയുക ജൂതന്മാരാണ്. ഇവരുടെ വസ്ത്രധാരണത്തിൽ മുസ്ലിം ആചാരങ്ങളോട് ഏറ്റവും സാമ്യപ്പെട്ട വസ്ത്രധാരണമാണ്. സ്ത്രീകൾ തല മുതൽ കാൽപാദം വരെ ഉള്ള ബുർക്കകൾ ധരിക്കും. ഇതിനെ ജൂത ബുർക്ക എന്ന് പറയും. മനസ്സിലായി? ജൂതന്മാർ അതായത് ജൂത തൊപ്പിയുള്ള ഭർത്താവ് ഉണ്ടായിരിക്കും. അതേസമയത്ത് ബുർക്കട്ടെ പെണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഞാൻ പിന്നീട് കാണിച്ചു. ഇപ്പൊ ഈ സ്ത്രീകൾ ഇപ്പൊ നമ്മളിവിടെ കണ്ട അവരെ ഉമ്രക്കോ ഏതാന്ന് വിചാരിക്കും. ഇതാരാ? ജൂത സ്ത്രീകളത്. ഇത് ജൂത സ്ത്രീകളാണ്. ഇവര് ദേവത്വഹാർ ജൂതന്മാരാണ്. അതായത് പൂർണ്ണമായി. അതേ സമയത്ത് അവർ അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ഗോട്ടിമാലയുണ്ട്, മാറി താമസിക്കും. മനസ്സിലായോ? എവിടെയല്ല, ടെല്ലവീവിലല്ല. ടെല്ലവീവിൽ ആരാണ് ഉള്ളത്? ഈ ഇന്നത്തെ സയനിസ്റ്റുകൾ. അപ്പോൾ സയനിസ്റ്റുകൾ പൂർണ്ണമായി മാറിയിരിക്കും. സയനിസ്റ്റുകളെ ഒരു കറന്ന പാല് പോലും ഉപയോഗിക്കൂല. കാരണം അവരുടെ എല്ലാം തിന്മയാണെന്ന് വിശ്വസിക്കും. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിന് ഇവരെതിരാണ്. ആര്? ഈ മനസ്സിലായി അടിസ്ഥാനപരമായ ഓർത്തഡോക്സ് ജൂതന്മാർ അവർ എതിരാണ്. അങ്ങനെയുള്ള വിഭാഗം ജൂതന്മാരിലും ഉണ്ട്. ഹലാൽ ഫുഡ് മാത്രമേ ഒരു കഴിക്കുള്ളൂ. കർശനമായ കോശൽ ഭക്ഷണം എന്ന് പറയും. ജൂതന്മാർക്കുള്ള കോശൽ ഭക്ഷണം. എല്ലാ ഭക്ഷണം കഴിക്കൂല, ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. മിക്കവാറും ഉൽപ്പന്നങ്ങൾ ഇവരും ഭക്ഷണം വളരെ ലളിതമാണ്. ഒരു ടിൻ ഫുഡ്സ് അവർ ഉപയോഗിക്കില്ല, ഒന്നും ഉപയോഗിക്കില്ല. മരുന്നുകളൊക്കെ വളരെ കുറച്ച് ഇംഗ്ലീഷ് മരുന്നൊന്നും അവർ ഉപയോഗിക്കില്ല. പ്രാർത്ഥന, പ്രകൃതിദത്തമായ ജീവിത രീതി, ഇതൊക്കെ സ്മാർട്ട് ഫോൺ, TV, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് അതൊക്കെ പൂർണ്ണമായും വീട്ടിൽ നിരോധിച്ചിട്ടുണ്ട്. ആര്? ജൂതന്മാര് കുട്ടി. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ ചോദ്യം, മാപ്പിളാരെ കൂട്ടത്തിൽ ഇങ്ങനെ ആരാണ്? അങ്ങനത്തെ ജൂതന്മാരുണ്ട്, അങ്ങനത്തെ ക്രിസ്ത്യാനികളുണ്ട്. കാരണം അവർ വിശ്വസിക്കാൻ എന്ത്? ഇപ്പൊ വേറെ ഉണ്ട് ഇസ്രായേലിലെ വേറെ ഹരഡി ജൂതായിസം എന്നൊരു ജൂതന്മാരുണ്ട്. അവരിങ്ങനെ തന്നെയാണ്. ഹരഡി ജൂതായിസം എന്നത് ജൂതമതത്തിലെ ഒരു പരമ്പരാഗത വിഭാഗമാണ്. അവർ മത നിയമങ്ങൾ കർശനമായി പാലിക്കും. വസ്ത്രധാരണം പരമ്പരാഗതമായിരിക്കും. മതപഠനത്തിനും കുടുംബജീവിതത്തിനും മാത്രം പ്രാധാന്യം നിൽക്കും. മറ്റ് ഭൗതിക സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കും. ആധുനിക സമൂഹമായി ഉണ്ടാവില്ല. മതജീവിത വീക്ഷണം, ബാഹ്യ സംസ്കാരം, കുടുംബ മൂല്യങ്ങൾ, സിനിമ ഒരിക്കലും ഒരു കാണൂല, കേൾക്കൂല. ഒരു സിനിമ ഒരു കാണൂല ഈ ഹരഡി ജൂതന്മാർ. സോഷ്യൽ മീഡിയ ഒഴിവാക്കും. TV ഇല്ല, സിനിമ ഇല്ല, ഇന്റർനെറ്റ് ഉപയോഗം ഇല്ല. മതപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുക. നെറ്റില്ല, ചെറിയ ഫോൺസ്, കോഷൽ ഫോൺസ്, അതായത് ചെറിയ ഉണ്ടല്ലോ, അവർ ഫോൺ ഉപയോഗിക്കും. പക്ഷെ എന്തേ ഉള്ളൂ, മറ്റേ നെറ്റുള്ള ഫോണൊന്നും അവർ ഉപയോഗിക്കില്ല. അശ്ലീലം, അനാവശ്യം ഒന്നും അവർ ജീവിത രീതിയിലില്ല. അപ്പം ചുരുക്കത്തിൽ ചിന്തിക്കണം. തന്നെ കോഷൽ ഫോൺ തന്നെ, മറ്റേ ഫോൺ ഉപയോഗിക്കില്ല. ഇതാണ് അവർ ഉപയോഗിക്കുന്ന ഫോൺ. ഇത് വേറെ ആമിഷൽ ഫോണേ ഉപയോഗിക്കില്ല. ഇവർ മറ്റേ ഇന്നത്തെ നമ്മളെ ഫോണുകളത് ഉപയോഗിക്കുക. അതായത് ദൈവത്തിൻ്റെ കർശനമായ കൽപ്പനകളെ അവർ പാലിക്കും. ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ നീട്ടുന്നില്ലെങ്കിൽ ചിന്തിക്കാം. നമുക്ക് വലിയ വിടവാണ് നമ്മളും നമ്മളെ മതവും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളെ മതം എന്നാൽ കേവലം എന്തല്ല, ഒരു നിസ്കാരമല്ല, സംസ്കാരമാണ്. നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം ഇതിലേക്ക് അപ്പുറത്ത് നമുക്കില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു കൈക്കുമ്പിൾ വെള്ളം കൊണ്ട് ഉളുവെടുത്ത മനുഷ്യൻ, ഒരു പാട്ട വെള്ളം കൊണ്ട് കുളിച്ച മനുഷ്യൻ, ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഏത് രീതി നമ്മൾ ഇന്ന് വെളിയെ പഠിക്കുക? ഞാൻ പഠിക്കണമല്ലോ. അതിനൊരു വിഭാഗം നേതൃത്വം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അവിടെയല്ലേ നമ്മളെ വിജയം? മനസ്സിലായില്ലേ കുട്ടികൾ? നമ്മളെ നേതാവ് വയം കുന്താല നെഹരിജാരിൻ, ഒരു സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ അവിടെയാണ് നമ്മളെ വിജയം. അവിടെയാണ് നമ്മളെ വിജയം. അത് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിജയമുണ്ട്. കാരണം നമ്മളിപ്പോൾ ആരെ കൂടിയാണ്? റസൂലുള്ളാഹിന്റെ കൂടിയാന്ന് മനസ്സിലാക്കാം.
നിങ്ങൾ ചിന്തിക്കണം. അതായത് പരമ്പരാഗത ശൈലിയിൽ എവിടെ ഇപ്പം നമ്മളുള്ളത്? ഒരു കൈക്കുമ്പിൾ വെള്ളം കൊണ്ട് ഉളുവെടുത്ത നേതാവ്, ഒരു പാട്ട വെള്ളം കൊണ്ട് കുളിച്ച നേതാവ്. ഇതാണല്ലോ ആര്? പറ, ഇതല്ലേ ആര്? ഹബീബ റസൂലുള്ളാഹ്. ഉറക്കെ പറ. അതല്ല ആ ഒരു നയം, അതല്ലേ നമ്മുടെ നബി? കൈതോയ പാൽ ഈത്തപ്പന ഓലയുടെ പായ കടന്നിട്ട് പുറം ഇതായപ്പോൾ അന്ന് യൂറോപ്പിൻ്റെ എന്താ പറയുക, നേഗസിൻ്റെ കൊട്ടാരത്തിൽ, എന്താ പറയുക, ബൈസന്റിയൻ റോമക്കാരുടെ കൊട്ടാരത്തിൽ പോയി വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബ റസൂലുള്ളാഹ് ഓലപ്പായിൽ കടന്നിട്ട് പുറത്ത് ഈ അടയാളം ഉണ്ടായത് കണ്ടപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടിട്ട് കരഞ്ഞുപോയി. ആര്? ഉമർ ഖത്താബ്. എന്താണ് നബി നിങ്ങൾ ഈ കാണുന്നത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അമാ തർളാ ബി അന്ന ലഹുമുദ് ദുനിയ. ബൈസന്റിയൻ റോമക്കാർക്ക് യൂറോപ്പല്ലേ, അവർക്ക് ദുനിയാവ് അല്ലാഹു കൊടുത്തു, നമുക്ക് എന്താ തരുന്നത്? ആഖിറം. എങ്കിൽ ആ ഹദീസിൽ വിലയിരുത്തി നമുക്കിപ്പോൾ എന്താ ഉള്ളത്? നമുക്ക് ദുനിയാവ്, അതിന് നമ്മൾ അഭിമാനിക്കുകയാണ്, നമ്മൾ അതിനു വേണ്ടി ഓടുകയാണ്. എന്നാൽ ജനങ്ങളെ അവിടെ നിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ ചിന്തിക്കുക. ഇതാ, മരാമൻ കൺവെൻഷൻ എന്ന ഒരു സമ്മേളനം ഉണ്ട് ക്രിസ്ത്യാനികൾക്ക്, എല്ലാ കൊല്ലം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. മരാമൻ കൺവെൻഷൻ 2 ലക്ഷം ആളുകളാണ് ചുരുങ്ങിയത്. എല്ലാ കൊല്ലം 8 ദിവസമാണ് ആ സമ്മേളനം. ഇത് തുടങ്ങുന്നത്, മരാമൻ കൺവെൻഷൻ തുടങ്ങുന്നത് 895. അതായത് എത്ര കൊല്ലായി? 1895 മരാമൻ കൺവെൻഷൻ പമ്പാ നദിയുടെ തീരത്ത് ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ടുള്ളത്. മർത്തോമ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. ആര്? മർത്തോമ മനസ്സിലായില്ലേ പറഞ്ഞത്? തോമാശ്ലീയരുടെ വിഭാഗം. ഈ മർത്തോമ ക്രിസ്ത്യാനികൾ പമ്പാ നദി തീരത്ത് ഈ സമ്മേളനം തുടങ്ങുന്നത് AD 1895 ഫെബ്രുവരി മാസത്തിൽ 8 ദിവസം. എല്ലാ കൊല്ലവും നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? എന്നാ തുടങ്ങിയത്? 1895. അപ്പൊ ഈ കൊല്ലം ഫെബ്രുവരിയിലെ സമ്മേളനം കഴിഞ്ഞു. അപ്പൊ 131ാമത്തെ സമ്മേളനമാണ് ഇപ്പൊ കഴിഞ്ഞത്. തിരിഞ്ഞിട്ടില്ല. എന്ന് തുടങ്ങി 1895. ഇപ്പോഴാ സമ്മേളനം. 2 ലക്ഷം ആളുകളാണ് ആ ക്ലാസ്സിൽ പങ്കെടുക്കുക. 2 ലക്ഷം ആളുകൾ, 2 ലക്ഷം ആളുകൾ ക്ലാസ്സിൽ പങ്കെടുക്കുക. അവർക്ക് 8 ദിവസം നിർത്തിയ ക്ലാസ്സുകളാണ്. അതിലൊന്നുമില്ല, അതിൽ രാഷ്ട്രീയ ലെക്ചറോ മുതലാളിൻ്റെ ഒന്നുമില്ല. അതിൽ മതം പഠിപ്പിക്കും. 1895 അത് തുടങ്ങിയത് ഓല കെട്ടിയ ഓലത്തടുക്കിൻ്റെ അടിയിലാണ്. ഇക്കൊല്ലം നടന്നതും ഓലത്തടുക്കിൻ്റെ അടിയിലാണ്. 1895 അവർ അത് നടത്തിയപ്പോൾ പമ്പാ നദിക്കരയിലെ മണലിരിക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് പുരയിന്ന് പായ കൊണ്ടുവരാം, പായലിരിക്കുക. അതിനപ്പുറം ഒന്നും കൊടുക്കില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സമൂഹം ആരാണ്? ക്രിസ്ത്യാനിറ്റി. നിങ്ങളിൻ്റെ കൂടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങളിൻ്റെ കൂടെ അല്ല. അവർക്ക് പാരമ്പര്യത്തെ നിലനിർത്താനും മൂല്യങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് കഴിഞ്ഞു. നമ്മളൊരു സമ്മേളനത്തിന് ബാളത്തറ. ഒന്നും കൂടി പറയാം, ഇത് ഇക്കൊല്ലം നടന്നിട്ട് നിങ്ങൾ പഠിക്ക്. ഞാനിത് എഴുന്നേൽച്ച് കൊണ്ടുവന്ന് വിചാരിക്കണ്ട. മരാമൻ കൺവെൻഷൻ പമ്പാ നദി തീരത്ത് എന്ന് തുടങ്ങി? 1895 തുടങ്ങി. 130 വർഷം കഴിഞ്ഞു. ഈ ഫെബ്രുവരി മാസത്തിൽ സമ്മേളനം നടത്തുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. പമ്പ മണൽപ്പുറത്ത് തെങ്ങോല കൊണ്ട് നിർമ്മിക്കുന്ന കൂറ്റൻ പന്തലിൽ ഒരേ സമയം 1.5-2 ലക്ഷം ആളുകൾക്ക് ഇരിക്കാൻ കഴിയും. 2 ലക്ഷം ആളുകൾ എവിടെ ഇരിക്കും? പമ്പ നദിക്കരയിൽ എന്തിനടിയിലിരിക്കും? ഓലത്തടുക്കിന്റെ മേലാണ് എന്ന് തുടങ്ങിയത് 1895. ഇക്കൊല്ലത്തെ ഫെബ്രുവരിയിലും എന്തുതന്നെയാണ്? ഓലത്തടുക്കിന്റെ അടിയിൽ മണലിരിക്കാം, ശുദ്ധമായ മണലിരിക്കാം. ഏറി വന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഓനെ പൊരേന്ന് പായ ഉണന്നാൽ ഓനലിരിക്കാം. സമ്മേളനത്തിൽ വേറൊന്നും ഉണ്ടാവില്ല. അതിൽ കാർപ്പറ്റ് വീക്കൂല, അതിൽ ഭൗതിക സൗകര്യമില്ല, AC ഇല്ല, കൂസില്ല, ഒരു EC CC ഇല്ല. എടാ മാപ്പിളാരെ, നിങ്ങളെക്കാൾ അത് ചെയ്യാൻ കഴിയുന്ന ആളുകളല്ലേ ആര്? ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് റോമൻ കാത്തലിക്സിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കയ്യിലാണ്. മർത്തോമ അവരുടെ സമ്പത്ത് എത്രയാണ്? അവരെ സമ്പന്നരെത്രയാണ്? ഇക്കൊല്ലം അവരെവിടെ ഇരുന്ന്? പമ്പാ നദിക്കരയിൽ എവിടെ? ഓലത്തടുക്കിൻ്റെ താഴെ. നിങ്ങൾ പഠിക്ക്.
ദിവസം രാവിലെ ഉച്ച കഴിഞ്ഞ് രാവിലെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ, കൃത്യമായ സമയക്രമത്തോടുകൂടെ പ്രാർത്ഥനയും കൺവെൻഷനും പഠനങ്ങളും എന്താണ് യേശുവിൻ്റെ പ്രകീർത്തന ഗാനങ്ങളും ഒക്കെ കൃത്യമായി നടക്കും. എല്ലാം സ്ത്രീകൾക്കായി എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന്. ഇത് തുടങ്ങുന്ന കാലത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് ഒരു വ്യത്യാസമല്ല. അത് ഇന്ന് വരെ മന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ കൊടുത്തിട്ടില്ല. അത് കഞ്ഞിയും പുഴുക്കും ആയിരുന്നു 1895. ഇപ്പോഴും എന്തുതന്നെയാണ്, കഞ്ഞിയും പുഴുക്കും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചോറും സാമ്പാറും കൊടുക്കും. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? എന്ന് തുടങ്ങിയതാണ്? 1895. ഇത് അമേരിക്കയിലല്ല, മറ്റേ ആമിഷ് ഇപ്പം അമേരിക്കയിലല്ലേ, ഇവിടെയാണ്. അതിൻ്റെ പേര് ഒരു പോത്തറിവിൻ്റെ ബഹളോ. ഇറച്ചി തിന്നാത്തവരൊന്നല്ല അവർ. മാപ്പിളാരെക്കാൾ കൂടുതൽ പോത്തിറച്ചി തിന്നവരാണ് ആര്? ക്രിസ്ത്യാനികൾ. പക്ഷെ അവർ 8 ദിവസം അത് സൂക്ഷിക്കും. അവരെ മത നേതൃത്വം അവർക്ക് പരിശീലനം കൊടുക്കും. എനിക്ക് ചൂടിലിരിക്കാൻ വരണ്ട, എനിക്ക് ഈ സ്വിച്ച് വരില്ല. നിനക്ക് ചൂടിലിരിക്കാൻ വയ്യേ വരണ്ട. 1895 AC ഇല്ല. ഇപ്പം നാടാകെ AC ഉണ്ട്. ഒരു ഉപയോഗിക്കൂല, ഒന്നുമില്ല. ആ മണലിനടിയിരിക്കും, ആ മണലിരിക്കും. അങ്ങനെയാണ് സമ്മേളനം ഇക്കൊല്ലം നടന്നത്. എത്ര പങ്കെടുക്കാം? ആ ക്ലാസ്സിൽ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും. 8 ദിവസമാണ് ക്ലാസ്. കഞ്ഞിയും പുഴുക്കും, അല്ലെങ്കിൽ ഏറി വന്ന സാധാരണ നാടൻ ചോറും സാമ്പാറും കൊടുക്കും. പിന്നെ ചില ആളുകൾ വള്ളങ്ങളിൽ വരെ വരും. പഴയ കാലത്ത് 895 വെള്ളങ്ങൾ. അപ്പം പമ്പാ നദിയിലൂടെ വള്ളത്തിൽ ഇങ്ങനെ വന്നിട്ട് കയറും. ചിലപ്പോൾ വള്ളങ്ങൾ ഇങ്ങനെ കിച്ചണാക്കിയിട്ട് വള്ളങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കും. പണ്ട് എപ്പോഴും ഉണ്ട്. പ്ലാസ്റ്റിക് എന്ന സാധനമൊക്കെ അവിടെ കയറ്റൂല. പ്ലാസ്റ്റിക് കയറ്റൂല ആ സമ്മേളനത്തിന്. പരിസ്ഥിതി സൗഹൃദമായ സമ്മേളനങ്ങളാണ്. ഗ്രീൻ പ്രോട്ടോക്കോൾ കൃത്യമായി പാലിച്ചിരിക്കണം. ഇതവരെ മതാധ്യക്ഷന്മാർ അവരെ പഠിപ്പിക്കണം. ഇതാ നിങ്ങൾ കണ്ടാൽ ഈ കൊല്ലത്തെ ഓലത്തെടുക്കാണ് ഈ കാണുന്നത്. കൊല്ലത്തെ ഓലത്തെടുക്കാണ് ഈ കാണുന്നത്. ഓലത്തടുക്കിൻ്റെ താഴെ ഇരുന്നിട്ട് അവർ ക്ലാസ്സിലിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് 2026 ഫെബ്രുവരിയിലെ സമ്മേളനത്തിൻ്റെ ഓലത്തടുക്കാണ് ഈ കാണുന്നത്. പമ്പാ നദിയുടെ കരയിൽ വിശാലമായ സൗകര്യത്തിൽ വിശാലമായ എൻ്റെ പുറത്തെ പിന്നെ കാഴ്ചയാണിത്. ഈ ഫോട്ടോ ചിന്തിക്കുക. നമുക്കിതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എവിടെ എന്താണ് നമ്മൾ ഈ യൂറോപ്പിൻ്റെ കൂടെ ഭീമാകാരമായ പമ്പാ നദിയുടെ മണൽപ്പരപ്പിൽ ഓലയും മുളയും ഉപയോഗിച്ചാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ താൽക്കാലിക പന്തലുകളിലൊന്ന് ഇപ്പോഴും അവർ നിർമ്മിക്കുന്നത്. എന്ന് തുടങ്ങി 1895 തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ പന്തൽ നിർമ്മാണം ഇന്നും തനതായ രീതിയിലാണ് നടക്കുന്നത്. കൺവെൻഷൻ പന്തലുകളിൽ കസേരകളോ ബെഞ്ചുകളോ ഉണ്ടാകാറില്ല. വിശ്വാസികൾ മണലിൽ പായ വെച്ച് വിരിച്ചിരിക്കാം, അത്രയേ ഉള്ളൂ. ഏറി വന്നാൽ നിനക്ക് എന്തിരിക്കാം? എൻ്റെ പുരയെന്ന് വെച്ചാൽ എന്ത് കൊണ്ടുവരണം? പായ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കയറ്റൂല. ഇത് എല്ലാവരും തുല്യരാണെന്ന സന്ദേശവും ലളിതമായ ആത്മീയ അന്തരീക്ഷവും ആ സമ്മേളനത്തിന് വരും. ആ സമ്മേളനത്തിന് വന്നു പോകുന്ന ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സ് നിറയും. കാരണം ലാളിത്യം, ആത്മീയത. ഒരു മുതലാളിയുടെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒന്നും അതിലുണ്ടാവില്ല. അത് ആരാ സംസാരിക്കുക? അച്ഛന്മാർ ബൈബിൾ പഠിച്ചോണ്ട് സംസാരിക്കും. 8 ദിവസം അവിടെ അങ്ങോട്ട് ഇരുന്ന് മനുഷ്യന്മാർ കൂടും. ലാളിത്യം. വള്ളങ്ങളിൽ യാത്രയും. മാരാമൺ കൺവെൻഷനിൽ ഏറ്റവും പ്രശസ്തമായതാണ് ചക്കരക്കാപ്പി. 1895 ഈ കഞ്ഞിയും പുഴുക്കും ചക്കരക്കാപ്പിയും കൊടുക്കും. ഇക്കൊല്ലം എന്ത് കൊടുത്തിട്ടുണ്ട്? ഇക്കൊല്ലം ചക്കരക്കാപ്പി തന്നെയാണ് അത്. അപ്പോൾ ആ 131 കൊല്ലമായിട്ട് അതിപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ്. കാൽനടയായും വള്ളങ്ങളായി എത്തുന്നവർക്ക് ക്ഷീണമകറ്റാൻ ചക്കരയും ഇഞ്ചിയും ചേർത്ത കറുപ്പൻ കാപ്പി നൽകുന്ന രീതി ഇന്നും തുടരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇന്നും ജനങ്ങൾ നടന്ന് ഈ സമ്മേളനത്തിൽ വരും. എന്തിനനുസ്മരിച്ചുകൊണ്ട്? പഴയ കാലത്തിന് അനുസ്മരിച്ചുകൊണ്ട്. വള്ളങ്ങളിലും വരും. ഒരു വള്ളങ്ങളിൽ വരുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. വള്ളങ്ങളിൽ വരുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇക്കൊല്ലത്തെ കാൽനാട്ടിൽ കർമ്മത്തിന് മരാമൻ കൺവെൻഷൻ പന്തലിൻ്റെ ഓലമേയൽ, പരാമൻ കൺവെൻഷൻ്റെ ഓലമേയൽ മർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലിക്സിനോസിൻ്റെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. ഇതാ ഫോട്ടോ, കൊല്ലത്തെ പന്തലിടുന്ന ഫോട്ടോ. ഇങ്ങനെ പന്തലെടുത്ത് കൊടുക്കുന്നു. ഇതാ പന്തൽ, അതേ പന്തൽ 1003 പന്തൽ. ചിന്തിക്കും. അതായത് നമ്മൾ എങ്ങോട്ടോടി?
ഞങ്ങൾക്ക് ഒരു കാര്യം, ഇതൊക്കെ ചിന്തിക്കാൻ, കമ്പയർ ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും യൂറോപ്യവൽക്കരിക്കപ്പെട്ടത് മക്ക മാത്രമാണ്. അത് നമ്മൾ പേടിപ്പിക്കണം. അത് നിസ്സാര കാര്യമല്ല. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ശബരിമലയിൽ നിന്ന് വല്ലാതെ വ്യത്യാസമൊന്നും ഇപ്പോഴത്തെ ശബരിമലക്കും ഇല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു വർഷം 4 കോടി ജനങ്ങളെങ്കിലും വരുന്ന, 4 കോടി ജനങ്ങളെങ്കിലും വരും തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു വർഷം. 4 കോടി ജനങ്ങളെങ്കിലും. അത് ഈ തിരുപ്പതി ക്ഷേത്രം ഒരു മലൻ്റെ മുകളിലാണ്. കണ്ടിട്ടില്ല തമിഴ്നാട് പോകും തിരുപ്പതി ക്ഷേത്രം? ആന്ധ്രയില? അതെ അതെ. ഈ അല്ലേ 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 ഈ ആന്ധ്രാപ്രദേശ് അല്ലേ ആണ്. ഈ തിരുപ്പതി ക്ഷേത്രം മലമുകളിലാണ് തിരുപ്പതി ക്ഷേത്രം. അത് ആയിരക്കണക്കായ വർഷങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും അതിന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയെ പറ്റി നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക റോമിലെ 500 കൊല്ലമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ 10 കൊല്ലം മുമ്പുള്ള മക്കയല്ല ഇപ്പോഴത്തെ മക്ക. ആ 10 കൊല്ലം മുമ്പ്, അതിൻ്റെ ഒരു 10 കൊല്ലം മുമ്പുള്ള മക്ക ആയിരുന്നില്ല അന്നത്തെ മക്ക. അതിൻ്റെ 10 കൊല്ലം മുമ്പുള്ള മക്ക ആയിരുന്നില്ല അന്നത്തെ മക്ക. ഇനിയിപ്പത്തെ മക്കയല്ല അടുത്ത കൊല്ലത്തെ മക്ക. പൊളിച്ച് തകർക്കാൻ പോവാണ്. യൂറോപ്യൻ, മനസ്സിലായില്ല, ഫ്രാൻസിലെയും ജർമ്മനിയിലെയും എഞ്ചിനീയർമാർ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, മനസ്സിലായില്ല, അതിൽ നമ്മൾ അഭിമാനിക്കുക. ഇപ്പോൾ നമ്മൾ വലിയൊരു കെട്ടിടമായി കാണുകയാണ് എന്തിനെ, ക്ലോക്ക് ടവറിനെ. അത് കൊച്ചു കുട്ടിയായി മാറും. ആ ജാതി അതിനെ പൊളിച്ച് കളയാൻ പോവുക. പൊളിച്ച് കളയുക. എന്തിന്? ക്ലോക്ക് ടവറൊക്കെ പൊളിച്ച് കളയാൻ പോവുക. എന്നാൽ ശബരിമല ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ അർത്ഥം എന്താ? ഏറെ മോഡേണൈസ് ചെയ്യപ്പെട്ട സൊസൈറ്റിയാണ് ഇന്ന്. ഏത് മുസ്ലിങ്ങൾ? ആർക്കാ തെറ്റ് പറ്റിയത്? ഉലമാക്കൾക്കും ഉമറാക്കൾക്കും. ഇത് ഭയം തന്നെയാണ്. അത് പിശാചാണ്. ആ മോഡേണൈസ് ചെയ്യപ്പെടുന്ന മക്ക നഗരത്തിൻ്റെ പിശാചിനല്ലാതെ ഒരാൾക്ക് ചാൻസ് ഉണ്ടാവില്ല. പിശാചുക്കളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എൻ്റെ പിൽക്കാല സമൂഹം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊക്കെയുള്ള ചിഹ്നങ്ങൾ, ഇവരുടെ നിർമ്മിതിയിലെ ചിഹ്നങ്ങളെപ്പോൾ ഇപ്പം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിൽ മുഴുവൻ പിശാചുണ്ടാവും. മനസ്സിലായില്ല? ആരാ ഈ നിർമ്മിതിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? പറ. യൂറോപ്പ് നേതൃത്വം കൊടുക്കുക. എവിടെയാണ് ഇവർ പണിയെടുക്കുന്നത്? മക്കയിൽ. മനസ്സിലാണ്ട് പറഞ്ഞത്? യൂറോപ്യൻ സംസ്കാരങ്ങൾ അങ്ങനെ തന്നെ. യൂറോപ്പോ 500 അല്ല അങ്ങനെ തന്നെ തുടരുവാണ്. ഈ കളിയൊക്കെ ഇവിടെ കളിക്കണത്. എന്നാ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക ഒരു മാറ്റോ ഇല്ല. അതിൻ്റെ തനതായ പാരമ്പര്യ രീതി തന്നെ തുടരുകയാണ്. 500 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ടൈല് പൊട്ടിയല്ല, അത് അങ്ങനെ തന്നെ പഴയ പൗരാണിക രൂപത്തിലെ ടൈലുണ്ടാക്കി വെക്കുകയാണ് സെന്റ് പീറ്റേഴ്സ്. റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് ഏത്? സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. അത് 500 കൊല്ലമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ 50 കൊല്ലത്തിനുള്ളിൽ മക്ക എത്രട്ട് മാറി? ഇത് പിശാചിലേക്കുള്ള ഓട്ടാണ്. പിശാചിലേക്കുള്ള ഓട്ടാണ്. പള്ളി മാറി. പള്ളിയൊക്കെ നീ പൊളിച്ചു കളഞ്ഞ അടുത്ത പള്ളി ഉണ്ടാക്കും. മോഡേണൈസ് ചെയ്യപ്പെടുക. അതായത് ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിന് ഏറ്റവും വഴിപ്പെട്ടു പോയ ഒരു ജനത ഇന്ന് ആരാണ്? അത് മുസ്ലിങ്ങളാണ്. അതിന് കാരണം മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. അവർ നശിച്ചു പോയതുകൊണ്ട്. ഇത് നാശമാണ്. അല്ലാതെ ഏതോ ഒരു ലാത്തയുടെയും ഉസ്സയുടെയും പ്രതിമ കൊണ്ടുവന്ന് മക്കയിൽ വെക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു? അതല്ല അതിൻ്റെ അർത്ഥം. ഈ ലാത്തക്കാരും ഉസ്സക്കാരും അവരുടെ ജയന്റ് നിർമ്മിതികൾ, ആ നിർമ്മിതികളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഷിർക്കിൻ്റെ രഹസ്യങ്ങൾ. ഇതിലൊക്കെ പല ഷിർക്കിൻ്റെ രഹസ്യം ഉണ്ടാവും. മനസ്സിലാണ്ട്? ചതി വൻ ചതി. ഈ ചതിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. ചതിക്കുറ്റം പറഞ്ഞു. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇതാ യൂറോപ്പിനെ മൊത്തം മനസ്സിലാക്കാൻ ഈ പുസ്തകം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ആധുനികത. ഇത് വായിച്ച് തീർന്നാൽ ഒരു മനുഷ്യന്, ഇത് വായിച്ചാൽ ഇതിൽ ഒരു അയാഥാർത്ഥ്യമല്ല. എൻ്റെ പുസ്തകമാണ്, സാത്താൻ്റെ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകമാണ് ഇത്. ഞാൻ റിയൽ കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. മനുഷ്യൻ്റെ ആർത്തി, ആധുനിക മനുഷ്യൻ. ഇത് ഞാൻ ഈ കളർ കൊണ്ട് പുതിയ കാരണം എന്താണ് നിങ്ങൾക്കറിയോ? ഈ ചുവപ്പ് ആർത്തിയുടെ ചിഹ്നമാണ്. ആധുനിക മനുഷ്യൻ്റെ സിമ്പൽ ആർത്തിയാണ്.
ഇത് വേറൊരു പുസ്തകത്തിനില്ല, ഏകദേശമൊക്കെ തൂവെള്ള പുസ്തകം. ഈ പുസ്തകം കടും ചുവപ്പ്. മനസ്സിലായില്ല? അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറാനുള്ള കാരണം എന്താണ്? ആ ഹോട്ടലിൽ ചുവന്ന കോലത്തിലുള്ള കോഴിക്കഷ്ണങ്ങൾ പുറത്തേക്ക് ഇങ്ങോട്ട് കാണും. ചുവപ്പ് എന്തിൻ്റെ അടയാളാണ്? ആർത്തിണ്ടാക്കും ചുവപ്പ്. ഇത് ആധുനിക മനുഷ്യന്റെ സിമ്പലാണ് ഈ ചുവപ്പ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല, ഞാൻ എപ്പോഴും ലീഗുകാരൻ തന്നെയാണ്. ഞാൻ മരണം വരെ ലായസാലും ലീഗുകാരൻ, ഞാൻ ലീഗുകാരൻ തന്നെയാണ്. പക്ഷെ മൂളൂല. ഇതൊക്കെ നാളെ ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമസ്തക്കാരൻ ലീഗുകാരനാണ്. മരണം വരെ സമസ്തക്കാരനാണ്, മരണം വരെ ലീഗുകാരനാണ്. പക്ഷെ മൂളന പണി ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി. നിങ്ങൾക്ക് മൂളിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നിങ്ങളോ നന്നാവില്ല. മൂളിങ്ങോണ്ട് നിങ്ങളാണ് കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മൂളിൽ നിന്ന് മാറിയതാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് മൂളിയിട്ട് നിങ്ങളാണ് കൊണ്ടുവരുന്നതാണ്. അത് നടക്കൂല. മൂളിയതിനനുസരിച്ച് നിങ്ങൾക്ക് അടിമത്തരം ഞാൻ അടിമയാകുക എന്നല്ലാതെ നിങ്ങളെ നന്നാക്കാൻ കഴിയാൻ മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് എതിരാകാൻ, പരസ്യമായി എതിരാകാൻ തീരുമാനിച്ചതാണ്. അതേസമയത്ത് നിങ്ങൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ആധുനികത മനുഷ്യനെ ചതിക്കുന്ന ചതി. ഉൽപ്പന്നങ്ങളാൽ അടിമയാക്കപ്പെട്ട ജനത, പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന നവലോകം, വിഷം ഭക്ഷണമാക്കപ്പെട്ട നവലോകക്രമം, വായുവും വെള്ളവും വിഷം മാത്രം, പിശാചുക്കൾ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല, ഇതിൻ്റെ ഉള്ളടക്കം. ഇതിന് 13 അധ്യായങ്ങളാണുള്ളത്. ഈ 13 അധ്യായങ്ങളുടെയും ഉള്ളടക്കം ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട്. 1. നവലോകക്രമത്തിൻ്റെ വ്യവസ്ഥിതികൾ. 2. ഉൽപ്പന്നങ്ങളാൽ അടിമയാക്കപ്പെട്ട ജനത. നമ്മൾ ഇന്ന് ഉൽപ്പന്നത്തിൻ്റെ അടിമയാണ്. പഴയ കാലത്ത് പീടി പോയ ഒരു എന്ത് വാങ്ങണമെന്ന് നമ്മൾ ഉറപ്പിച്ച പോകുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ വണ്ടി ഇടുക്കി നമുക്ക് പോകുക എന്ന് പറയാം. എന്നിട്ട് പോകുക. എന്നിട്ട് എന്താണ് അവിടെ കണ്ണിന് പറ്റിയത് അതൊക്കെ കൊട്ടയിൽ വലിച്ചിട്ട് വായിലിന് പോകുക. ചെറിയ കൊട്ട ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടാവില്ല. ഏത് സൂപ്പർ മാർക്കറ്റ് അല്ലേ, വലിയ കൊട്ട. എന്നിട്ട് അങ്ങനെ അതിൽ എനിക്ക് ആവശ്യമുള്ള സാധനം ബാക്ക് കൊണ്ടുവയ്ക്കും. എനിക്ക് തീരെ ആവശ്യമില്ലാത്ത സാധനം മുന്നിൽ കൊണ്ടു നിൽക്കും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റും ഒക്കെ ചതിയാണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റും, അത് ഔലിയ പാപ്പ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര് വെക്കുക. അത് നിങ്ങൾ എന്ത് സൂപ്പർ മാർക്കറ്റ് വെച്ചോളി. നിങ്ങൾ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കോളി. നമ്മൾ സമസ്തക്കാരും ലീഗുകാരും സുന്നികളും ഒക്കെ കൂടിയൊരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങുക. എന്താണ്? ഖൈദെ മില്ലത്ത് സൂപ്പർ മാർക്കറ്റ്. ആയിക്കോട്ടെ, അതും ചതിയായിരിക്കും. ബാഫക്ക് തങ്ങൾ സൂപ്പർ മാർക്കറ്റ് ചതിയായിരിക്കും. മക്ക സൂപ്പർ മാർക്കറ്റ് ചതിയായിരിക്കും. സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റൊക്കെ ചതിയാണ്. അതായത് ഏറ്റവും ആവശ്യമുള്ള സാധനം, നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനം നേരെ ബാക്ക് കൊണ്ടേക്കും. അതിൽക്കൂടെ അവിടേക്ക് നിങ്ങളെ കുട്ടികളും പെണ്ണുങ്ങളും ഇങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കാണും. അതൊക്കെ ആവശ്യമുണ്ടാവും. കുട്ടിയൊക്കെ ആവശ്യമുണ്ടാവും. ആവശ്യമുള്ളത് മുന്നിലല്ലേ കൊണ്ടു നിൽക്കണ്ട്, മുന്നിൽ വെക്കൂല. എന്തുകൊണ്ട്? ആവശ്യമുള്ള സാധനം മുന്നിൽ വെച്ചാൽ കച്ചവടം നടക്കൂല. ഈ ആദ്യം മുന്നിൽ വെച്ച സാധനം ഒന്നും നിനക്ക് ആവശ്യമില്ല. കളിപ്പാട്ടങ്ങൾ, അത് ഇതൊക്കെയാണ്. മല്ലി മുളകോ ഏറ്റവും ബേക്കറി. സോപ്പ് പൊടി എവിടെ? അതവിടെയാണ്. ഒരു 1.5 കിലോമീറ്റർ നടന്നാലേ എവിടേക്ക് എത്തുള്ളൂ. സോപ്പ് പൊടി അവിടെ എത്തുമ്പോൾ സോപ്പ് പൊടി വാങ്ങാനുള്ള പൈസ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇത്. ചതിയാണോ? എന്ത് സൂപ്പർ മാർക്കറ്റാണോ ചതിയ. അന്നായി കൂടി മേയാൻ വിടുക. വിചാരിച്ചു എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അല്ല, ഓൻ്റെ പൈസക്കാണ്. പഴയ കാലത്ത് എന്താ ചെയ്യുക? ഒരു 500 ശർക്കരപ്പൊടി, ഒരു 250 മില്ലി വെളിച്ചെണ്ണ. അല്ലേ പറയും മനുഷ്യന്മാർ? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഇന്ന് ആവശ്യങ്ങൾ അവനാണ്. ഇതെടുക്കണം, നിന്റെ ആവശ്യത്തിന് വിലയില്ല. എന്നെ മേയാനാണ് വിട്ടു. പെണ്ണുകൾ കുട്ടികൾക്ക് നടന്ന് പോകാൻ മാത്രം, ഒരു കാറ് പോകാൻ മാത്രം വീതി ഉണ്ടാവും. ഇതിനിടയിലുള്ള സ്ഥലങ്ങൾ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പൊ നീ ഉൽപ്പന്നത്തിന്റെ അടിമയാകാണ്. നിനക്ക് ആവശ്യമുള്ളതല്ല എടുക്കുന്നത്. സത്യല്ലേ? നിങ്ങൾ ചിന്തിക്കുക. ലോകത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും, ഔലിയ പാപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിലും അത് ഭൂലോക ചതിയായിരിക്കും. ചതിയല്ലാത്തൊരു സൂപ്പർ മാർക്കറ്റ് ഭൂലോകത്തില്ല. കാരണം നിന്നെ ഉൽപ്പന്നത്തിന്റെ അടിമയാക്കി ആധുനിക ലോകം. അപ്പൊ അതിനനുസരിച്ചിട്ട് പിന്നെയും നയിച്ചേണ്ടി വരും. നിനക്കിപ്പോൾ താല്പര്യമല്ല. പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ലോകം ഒക്കെ പരസ്യമാണ്. പഴയ കാലത്ത് പരസ്യമല്ല, നിന്റെ ആവശ്യം നീ എടുക്കും. മറ്റേ പരസ്യം നിന്നെ. ഇപ്പോൾ ഉദാഹരണം, ഒരു സാധനത്തിൽ പരസ്യം കാണുമ്പോൾ ഇപ്പം നിനക്കിപ്പോൾ എനിക്കിതാ ഒരു കണ്ണടുണ്ട്. അപ്പം എനിക്ക് ഇനി വേറൊരു കണ്ണടൻ്റെ പരസ്യം കണ്ടാൽ എന്ത് പുതിയ അന്ന് വാങ്ങിയ തിരക്കിടില്ലേ?
എന്തും അങ്ങനെയല്ലേ. പരസ്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം വാങ്ങാൻ പ്രേരിപ്പിക്കും. ഇന്ന് ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ 4000-10,000 ഇടയിൽ സാധാരണ പരസ്യങ്ങൾ ഒരു ദിവസം കാണുന്നു എന്നാണ് കണക്ക്. വിഷം ഭക്ഷണമാക്കപ്പെട്ട നവലോകക്രമം, കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഷമാണ്. അതിന് 100 തെളിവുകൾ. വായുവും വെള്ളവും വിഷം, മണ്ണും വിഷം മാത്രം. മണ്ണിൽ ഇന്നും ഈ മണ്ണിലാണ് സാധനം ഇല്ല. കാരണം മണ്ണിൽ എന്താ ഉള്ളത്? പക്ഷെ മണ്ണിലാന്ന് ഒന്നിങ്ങനെ. നമ്മൾ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യുന്നത്? ചൂണ്ടയിടാൻ വേണ്ടി പോകും. അപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുമ്പോൾ എന്താ ചെയ്യുക? ഒരു പിന്നെ നെല്ലിൻ്റെ ഒരു നുരിയോ മറ്റോ ഒന്നിങ്ങനെ മാന്തിയ അതിന്ന് 3 വരും, 1000 ഒന്നിച്ചിട്ട് വരും. എന്ത്? മണ്ണിലെ എന്താണ് ആ സാധനം? ഭൂമി എത്ര നന്നാക്കിയ സാധനം വേറല്ല. ഇന്ന് ഭൂമിയിൽ എന്തില്ല? മണ്ണിലല്ല. കഴിഞ്ഞ ജീവിക്കാൻ കഴിയില്ല. രാസവളമാണ്, രാസപദാർത്ഥത്തിൻ്റെ ഉള്ളിൽ കെമിക്കൽ ചത്തുപോയി. ആര്? ജീവനാശം സംഭവിച്ചിട്ടുള്ളൊരു വിഭാഗമാണ് ഇത്. മണ്ണിനെ പോലെ മണ്ണിനെ ശുദ്ധീകരിച്ച സാധനം വേറല്ല. ഇപ്പം നാട്ടിലില്ല. മണ്ണ് വിഷം, വെള്ളം വിഷം, വായു വിഷം. 6-ാം അധ്യായം പിശാചുക്കൾ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല. അത് ഏത് ഔലിയാപ്പാപ്പ ഹോസ്പിറ്റലാണെങ്കിലും അവിടെ സാത്താൻ്റെ ക്രമങ്ങൾ മാത്രമേ നടക്കുള്ളൂ. എന്താ? ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഇവരുടെ ശമ്പളം പറ്റുന്നവരാണ്. കമ്മീഷൻ കിട്ടും. ഒരു ആക്സിഡൻറ്റിന് ആളെ കൊണ്ടു കൊടുത്താൽ എത്ര പൈസ കിട്ടും? അപ്പോൾ ഈ ആരോഗ്യ മേഖല നിയന്ത്രിക്കുന്നത് ഇന്ന് ആരാണ്? പിശാച്. ഈ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുക. ഇനി പിന്നെ ഒന്നും നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ഒന്നും ഉണ്ടാവില്ല. വിനോദം, ആഘോഷം, ഉല്ലാസം ഒക്കെ പിശാചിൻ്റെ കയ്യിൽ. അശ്ലീലതയുടെ നവലോകം അതിവൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. അതായത് നഗ്നകളായി ക്ലാസ് എടുക്കുന്ന പ്രൊഫസർമാർ, അതായത് ഒരു നൂലില്ലാതെ എന്ത് ചെയ്യുക? എവിടെ ക്ലാസ് എടുക്കുക? കേംബ്രിഡ്ജിൽ, ലോകത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തറവാടാകുന്ന കേംബ്രിഡ്ജിൽ ക്ലാസ് എടുക്കുന്ന യുവതിയായ പ്രൊഫസർക്ക് എന്തില്ല? നൂലില്ല. നിങ്ങൾ എന്താ അന്തം വിട്ടു? ഇഷ്ടമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കും. അതിൻ്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. കേംബ്രിഡ്ജിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കാം? പൂർണ്ണ നഗ്നായിട്ട് ക്ലാസ് എടുക്കുക. അത് ക്ലാസ്സിന് കുട്ടികൾ അത് അപ്പം തന്നെ ലൈവ് ലോകത്തേക്ക് വിടുക. അപ്പം ഒരേ സമയത്ത് ഈ ക്ലാസ് എടുക്കുമ്പോൾ ദശലക്ഷക്കണക്കായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുക. അതിപ്പോൾ നെറ്റിൽ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് അടിച്ചാൽ നെറ്റിൽ കിട്ടും ആ ക്ലാസ്. നഗ്നങ്ങളായ പ്രൊഫസർമാർ, അവർ യുവതികളുമാണ്. പക്ഷെ തൊണ്ടിയാണെങ്കിൽ തിരക്കിടില്ല. മനസ്സിലായി? തൊണ്ടിക്കാൻ വസ്ത്രമില്ലാതെ നടക്കൽ അലാലാവും എന്നല്ല പറഞ്ഞ മേന. 10, 25, 30 വയസ്സുള്ള പ്രൊഫസർമാരായ യുവതികൾ ക്ലാസ് എടുക്കുക. എന്തില്ല തടിയിൽ? ഒരു നൂലില്ലടോ. അതികൃത്യമായ തെളിവോട് കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യം. അപ്പൊ എല്ലാ പിശാചിന് അടിമപ്പെട്ടു പോയി. നഗ്നതയുടെ ആധാരം എന്താ? പിശാച്. എന്തിനാണ് പയം കഴിക്കാൻ പറഞ്ഞത്? പയം കഴിക്കാൻ നഗ്നത വെളിവാവും. എന്തുകൊണ്ടാണ് അതിൻ്റെ വീട് പയം കഴിക്കാൻ ഇബ്ലീസ് പറഞ്ഞ്? പയം കഴിച്ച പിന്നെ എന്ത് വെളിവാവില്ല? എന്ത് മറക്കാൻ കഴിയൂല? പറയേ, വസ്ത്രം കൊണ്ട് മറക്കാൻ കഴിയില്ല. അപ്പൊ അള്ള പറഞ്ഞു പോയിക്കോൾ, പുറത്ത് പോയിക്കോളി. നഗ്നത മറക്കാത്തവർക്ക് ഇവിടെ ചാനില്ല, പോയിക്കോൾ പുറത്ത്. പിന്നെ നഗ്നത മറക്കാൻ സ്വർഗത്തിലെ ഇല എടുത്ത് വരും. ഒരു കാര്യം ഉണ്ടായില്ല. കാറ്റടിച്ചിട്ട് ഇലയൊക്കെ പറന്നു. നഗ്നത കണ്ടു, അപ്പൊ പുറത്താക്കി. അപ്പൊ നഗ്നത കണ്ട് പുറത്താക്കിയതാണ്. എവിടുന്ന്? സ്വർഗത്തിന്ന്. ആരാ ഇനി കാരണക്കാരൻ? ഇബ്ലീസ്. ഈ നഗ്നത ലോകത്ത് ഏത് കാലത്ത് നഗ്നതയുടെ കാരണക്കാരനാരാ? ഇബ്ലീസ്. എന്താ നിങ്ങൾ പറയുക? എവിടെയാണ് ഈ ലോകം? എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? വ്യഭിചാരികൾ നിറയുന്ന ലോകം, നവലോകം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയണ്ട്. അതിനു വേണ്ടി വ്യഭിചാരശാലകൾ. മൃഗത്തെ വ്യഭിചരിക്കാൻ വ്യഭിചാരശാലകൾ, ആനിമൽ വ്യഭിചാരശാലകൾ, ആനിമലിനെ വ്യഭിചരിക്കാൻ വ്യഭിചാരശാലകൾ. നിങ്ങൾ പിന്നെ കഴുതയാണോ, പെൺകഴുതയാണോ, പെൺകുരങ്ങിനെയാണോ, ഇതിനെയാണോ നിങ്ങൾക്ക് വ്യഭിചരിക്കേണ്ടത്? അവിടുന്ന് ചോദിക്കും. അതിന് വ്യത്യസ്തമായ പണം കൊടുത്താൽ അതിനെ വ്യഭിചരിക്കാം. ആനിമൽ വ്യഭിചാരശാലകൾ എവിടെ? ഫ്രാൻസിൽ, ജർമ്മനിയിൽ, സ്വിറ്റ്സർലാൻഡിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ. മതത്തിന് വേണ്ടി മാത്രം ഉണ്ടായ രാജ്യങ്ങൾ അതൊക്കെ. ഇന്നവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, എന്തില്ല? ക്രിസ്തീയ കമ്മ്യൂണിറ്റി ഉണ്ട്, എന്തില്ല? മതം അനുശാസിക്കുന്ന 2% ആളുകൾ ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളില്ല. യൂറോപ്പിനൊക്കെ നകർത്ത് കളഞ്ഞു. അവിടേക്ക് നമ്മൾ ഓടുകയാണ് ഇപ്പോൾ.
അപ്പം നിങ്ങൾ ഈ പുസ്തകം വായിക്കുക. ഈ പുസ്തകം നിങ്ങൾ വായിക്കുക. ഈ പുസ്തകത്തിൽ ഒരു സെന്റൻസ് അയാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചാൽ നിങ്ങളുടെ പൈസ വെറുതെ തിരിച്ചു തരാം. സുവർഗാൻ്റെ കുടുംബബന്ധങ്ങൾ, നാസ്തികരുടെ നവലോകം, നിരീശ്വരവാദികളുടെ വളർച്ച, വിദ്യാഭ്യാസത്തിൻ്റെ അടിമത്തം, തൊഴിൽ മേഖലയുടെ അടിമത്തം, ഇങ്ങനെ ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒതന്റിക് അല്ലാത്തൊരു വിവരം കൊടുത്തിട്ടുണ്ടെന്ന് ഒരാൾ തെളിയിച്ചാൽ അയാളെ പൈസ തിരിച്ചു തരും. പേടിക്കേണ്ട, പുസ്തകം തിരിച്ച് എൻ്റെ പൈസ തിരിച്ചു. വളരെ ഇതൊക്കെ തമാശ പറയല്ല. ഇത് 100% ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുതിർന്ന വായനക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, കുട്ടികൾക്കുള്ളതല്ല എന്ന് ഞാൻ തുടക്കത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇത് കുട്ടികളല്ല വായിക്കേണ്ടത്. കുട്ടികൾ എന്നത് ഉദ്ദേശം ഇപ്പോൾ 5ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും വായിക്കേണ്ട. SSLC കുട്ടികൾ 8ാം ക്ലാസ് മുതൽ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. എല്ലാവരും വായിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എവിടെയും ലോകത്ത് ഇത്രയേറെ മാറ്റങ്ങൾ വന്ന ഒരു സമുദായം ഇന്ന് മുസ്ലിങ്ങളല്ലാതെ ഇല്ല. മുസ്ലിങ്ങൾക്ക് സത്യത്തിൽ ഈ ചതികളെല്ലാം മനസ്സിലാകേണ്ട ഒരു ജനത മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ആധുനികതയിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഓടിയപ്പോൾ ആ തിരിച്ചറിവ് നമ്മുടെ ഉമ്മത്തിനെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ തിരുത്തേണ്ടത് പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാർ തിരുത്തിയാൽ സമൂഹം തിരുത്തും. തിരുത്തന്നെയും പണ്ഡിതന്മാർ തിരുത്തിയ സമൂഹം തിരുത്തും. അവരപ്പോൾ ചിന്തിക്കുക, നമുക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ പണ്ഡിതന്മാർ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് തിരിച്ചു വരണം. നമ്മൾ ഈ പണപ്പിള മിന്നുന്ന യൂറോപ്യൻ സംസ്കാരമാണ് നമ്മുടെ വളർച്ചയുടെ ആധാരം എന്നത് ഈ പണ്ഡിതന്മാർക്ക് അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു മൗഢ്യമാണ്. അത് മൂഢത്വമാണ്. അത് 100% മുത്തുനബിയുടെ രീതിക്കെതിരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂറോപ്യന്മാർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ ആ സമൂഹത്തെ പിന്തുടർന്ന് നിങ്ങളും ആ മാളത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞത് ഇന്നത്തെ മൂല്യന്മാരും തങ്ങന്മാരും കൂട്ടുന്ന ആധുനികവൽക്കരണം മാത്രമാണ്. അതുകൊണ്ട് ആധുനികവൽക്കരണത്തിൽ നിന്ന് തിരിച്ചുവരൽ മാത്രമാണ് പണ്ഡിത ധർമ്മം. മനസ്സറിഞ്ഞ് ചിന്തിക്കുക, ആരെയും വഷളാക്കൽ എനിക്ക് ലക്ഷ്യമില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു. നന്മയല്ലാതെ ഈ പ്രഭാഷണത്തിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ആലോചിച്ച് പറയുകയാണ്. എന്നാണ് ഗൾഫുകാർ മൗല്യന്മാരും തങ്ങന്മാരും പടിയടച്ച് പിന്തം വിട്ട് ആട്ടുന്നോ ആ കാലത്തോളം നമ്മുടെ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.